സെൽഫ് ലവ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണല്ലേ സെൽഫ് ലവ് എന്നുള്ളത്. ശരിക്കും ഇതിന്റെ അർത്ഥം എന്താണ് ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്കിൻ കെയർ ചെയ്യുക, ഹെയർ കെയർ ചെയ്യുക, ജേർണലിങ് ചെയ്യുക, അതൊക്കെയാണോ സെൽഫ് ലവ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ അത് മാത്രമാണോ എന്ന് ചോദിക്കുന്നേക്കില്ലേ കുറച്ചുകൂടി കറക്റ്റ്? അത് മാത്രമാണോ? ഒരിക്കലും അല്ല കേട്ടോ. ഇതെല്ലാം ഈ സെൽഫ് ലവിന്റെ കീഴിൽ വരുന്നതാണ്. പക്ഷെ അത് മാത്രമല്ല ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത്. സൈക്കോളജി അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി തൻ്റെ ഹാപ്പിനെസ്സിനും അതേപോലെ തന്നെ വെൽബീയിങ്ങിനും വേണ്ടി പ്രയോറിറ്റൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സെൽഫ് ലവ് എന്ന് പറയാം. ഇത് ചെയ്യേണ്ടത് 3 രീതിയിലാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ വെൽബീയിങ് എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള വെൽബീയിങ് അവിടെ മാറ്റർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഒബ്വിയസ്ലി ഫിസിക്കൽ വെൽബീയിങ് ആണ്. അപ്പോൾ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മെന്റൽ വെൽബീയിങ്ങും തേർഡ് വൺ ഇമോഷണൽ വെൽബീയിങ്ങും ആണ്. അപ്പോൾ ഈ 3നും ഈക്വലി പ്രയോറിറ്റൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളെ ഫ്ലോസ് മനസ്സിലാക്കി അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? അതോ നിങ്ങൾ ബ്ലെയിം ചെയ്യാറാണോ? അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ ഈ വീഡിയോയിലൂടെ എനിക്ക് പറ്റും. അതേപോലെ തന്നെ ഒരിക്കലും നമ്മളൊരു ബാഡ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ളൊരു കാര്യം ഒരുപാട് കാലം ചെയ്തു എന്ന് വെച്ചിട്ട് അത് തന്നെയായിരിക്കും നമ്മൾ ഇനിയും ചെയ്യാന്നുള്ളൊരു കാര്യമില്ല. നമുക്കത് എപ്പോൾ വേണേലും തിരുത്താം. ചിലപ്പോൾ ഈ വീഡിയോയിലൂടെയായിരിക്കും നിങ്ങൾക്ക് അത് തിരുത്താനായിട്ട് തോന്നുന്നത്. ഓക്കെ, തിരുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇംപ്രൂവ്മെന്റ്സ് ലൈഫിൽ കൊണ്ടുവരിക എന്നുള്ള അർത്ഥത്തിലും നിങ്ങളെ സ്നേഹിക്കുക എന്നുള്ള അർത്ഥത്തിലുമാണ് കേട്ടോ. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ആർട്ടിക്കിൾസും കോണ്ടന്റ്സും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പം നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്, റെഫർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ സെൽഫ് ലവ് റിലേറ്റഡ് കോണ്ടന്റ്സ് ചെയ്യാനാണ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം. കാരണം ഐ ഹീൽ മൈസെൽഫ്, ഐ ക്യൂർഡ് മൈസെൽഫ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടോപ്പിക്സിനെ കുറിച്ച് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ക്വറീസ് എന്തെങ്കിലും സംശയങ്ങളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ്. അത് കമൻസിലൂടെ പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫീൽ ഫ്രീ ടു കോൺടാക്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ഹെൽപ്പ് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. ഒരു കാര്യം കൂടെ മനസ്സിൽ വെക്കുക, ഒരു ലേണറായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഞാനൊരു ലേണർ, ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി. ഐ എം നോട്ട് എ പ്രൊഫഷണൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ ഞാൻ 2 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് വൈ വി സ്ട്രഗിൾ വിത്ത് സെൽഫ് ലവ്. ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരാളെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത് വേറൊരാൾ പറയേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും ചിന്തിച്ചാൽ എനിക്ക് സ്വയം അറിയേണ്ടതാണ്. ഞാൻ എന്നെ നോക്കണമല്ലോ, എൻ്റെ കാര്യം ഞാനാണ് നോക്കേണ്ടത്. അതുപോലെ നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ടതാണ്, നിങ്ങളെ കാര്യം നിങ്ങളാണ് നോക്കേണ്ടത്. പക്ഷെ എന്തുകൊണ്ടോ നമുക്കതിന് പറ്റുന്നില്ല. വി ആർ സ്ട്രഗ്ലിങ്, വി ആർ സീക്കിങ് ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് ഒരിക്കലും മോശമൊന്നുമല്ല. പക്ഷെ നമ്മൾ അങ്ങനെ ആയിപ്പോയി. അങ്ങനെ ആവാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പറയാനായിട്ട് പോകുന്നത്. അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. ഒന്നാമത് നമ്മുടെ സൊസൈറ്റിയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ നമ്മൾ കേട്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിന് എതിരാണ്, സെൽഫ് ലവിന് എതിരാണ്. നമ്മളൊരു ജഡ്ജ്മെന്റൽ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. എന്ത് ചെയ്താലും ജഡ്ജ് ചെയ്യാനായിട്ട് ആളുകളുണ്ടാവും. അത് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് തന്നെയായിരിക്കും, ഫാമിലി തന്നെയായിരിക്കും, ഓക്കെ, അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ആളുകളായിരിക്കും. ഇപ്പോൾ ജഡ്ജ്മെന്റൽ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്നതോട് തന്നെ സ്വയം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊരു മടി ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ക്രിയേറ്റ് ആവുകയും, ഇനി ഇൻ കേസ് എന്തെങ്കിലും ചെയ്തു പോയാൽ തന്നെ അതിനെ സെൽഫിഷ് എന്നോ അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിൽ കളിയാക്കുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സെൽഫ് ലവ് അല്ലെങ്കിൽ ഞാൻ എന്നെ എപ്പോൾ സെൽഫ് പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരുപാട് എന്താ പറയുക കളിയാക്കലുകൾ, അല്ലെങ്കിൽ എന്താ പറയുക അതിന് നമ്മളെ തളർത്തുന്ന കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എനിക്ക്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുമ്പം ഇതിങ്ങനെ പറഞ്ഞു നടന്നിട്ട് നിനക്ക് അങ്ങനത്തെ കാര്യങ്ങൾ, നീ എപ്പോഴും ആ കാര്യങ്ങൾ ഫോളോ ചെയ്യാറില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പം എന്താ അത് ഭ്രാന്താണോ നമുക്ക്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഒഫൻഡ് ചെയ്യേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞാൽ അതൊന്നും ഒഫൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നുണ്ടാവുക. ഓക്കെ, ഒരാളൊരു കാര്യം, നമുക്ക് ഉറപ്പുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുമ്പം അത് വേറൊരാൾ ഒഫൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ
ആ ആൾക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ്. അപ്പം നമ്മളത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാം. പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ട് മനസ്സിലാവത്താണെങ്കിൽ അത് ലീവ് ചെയ്യാം. നമ്മൾ നമ്മുടെ കാര്യം നോക്കി പ്രയോറിറ്റൈസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഓക്കെ, ത്രൂ അവർ ആക്ഷൻസ് അവർക്കത് മനസ്സിലാവും, അല്ലാതെ നമ്മൾ വാക്കുകൊണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ ഈ ജഡ്ജ്മെന്റൽ സൊസൈറ്റിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ സെൽഫ് ലവ് എന്ന് പറയുന്ന സാധനം നമുക്ക് സ്വയം തോന്നാതിരിക്കാനും നമുക്ക് അതിനൊരു സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാനുള്ള ഒരു കാരണം ഇതാണ് കേട്ടോ. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ കമ്പയറിംഗ് ആണ്. നമ്മൾ തന്നെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാം. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇപ്പോൾ ജഡ്ജ്മെന്റൽ സൊസൈറ്റിയാണ്. അപ്പം ഇതിനൊപ്പം തന്നെ നമ്മൾ സ്വയം നമ്മളെ മറ്റൊരാളായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് തന്നെ കമ്പയർ ചെയ്യുന്നുണ്ടോ, ഓ എനിക്കിങ്ങനെ, ഓക്ക് അങ്ങനെ, ഓ ഓക്ക് അതുണ്ട് എനിക്കിതില്ല. അങ്ങനെ ഒരു കമ്പാരിസൺ ഒരാളെ മുന്നിൽ വെച്ച് നടത്തിയിട്ടില്ലെങ്കിലും നിങ്ങളെക്കുറിച്ച് നിങ്ങളെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ, ഇതെനിക്ക് ഉറപ്പാണ്, ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ എന്തായാലും ഉണ്ടാവും. കാരണം അതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടും. ഒരു സ്നേഹം, നമ്മൾ ഈ പറയുന്ന സെൽഫ് ലവ് ഉണ്ടല്ലോ, അത് ഇല്ലാണ്ടായിപ്പോവും. ഒരാളോട് നമ്മൾ പറയണമെന്നില്ല, നമ്മളെ മനസ്സിൽ എന്ത് നമ്മൾ ചിന്തിക്കുന്നോ അതാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ എന്താണോ കോൺസ്റ്റൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്നത് അതാണ് യൂണിവേഴ്സ് നമുക്ക് കൊണ്ടുതരാം. ഓക്കെ, അതൊക്കെ ഒരു ഫാക്ടറാണ്. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അത് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലാത്തവർക്ക് ഇത് കേട്ടിരിക്കാം, ഭാവിയിൽ ഉപകാരപ്പെടും. ഓക്കെ, അപ്പം നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മളെക്കുറിച്ച് തന്നെ കമ്പയർ ചെയ്യുന്നതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നെങ്കിൽ അത് നമ്മളെ ഭയങ്കര നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കുകയും ചെയ്യും. പിന്നെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്തിക്കുന്നതിൻ്റെ ചില പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണുന്നതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അതായത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാനാണല്ലോ ഇഷ്ടം അല്ലേ. അപ്പോൾ ചില ആളുകൾ എന്ന് പറയുന്നത് അവർ വിചാരിക്കുന്നത് ഞാൻ ഹാപ്പിയാണ്, ഞാൻ എപ്പോഴും ഹാപ്പിയാണെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. വേറെ ചിലർ വിചാരിക്കുക ഇന്ന കാര്യം ചെയ്ത് കഴിഞ്ഞ് ഇന്നതെനിക്ക് കിട്ടുമ്പോൾ ഞാൻ ഹാപ്പി ആയിരിക്കുന്നേക്കും. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷേ അത് നിങ്ങൾ അതൊരു പോസിറ്റീവ് സെൻസിൽ തന്നെ എടുക്കണം. കാരണം നിങ്ങളിപ്പം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കറക്റ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആവുന്നതാണെന്ന്. പക്ഷെ ശരിക്കും അവിടെ ചെറുതായിട്ടൊരു ഇമ്പ്രൂവ് ചെയ്തിട്ട് വേണം നിങ്ങൾ ചിന്തിക്കാൻ. അതായത് ഞാൻ ഈ വെയിറ്റ് ലോസ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ഹാപ്പിയാണ്, ബിക്കോസ് ഐ ആം ഇംപ്രൂവിങ്. ഇനി എനിക്കൊരു പെർഫെക്റ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാലും ഞാൻ ഹാപ്പിയാണ്, ഇനി അതില്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്, കാരണം ഐ ട്രൈഡ്. അവിടെയാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ആ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യുക, അവിടെ നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക, നമ്മളെ തന്നെ വിശ്വസിക്കുക, സ്നേഹിക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇന്നത് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവും, ഇന്നത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും, അങ്ങനെയല്ല. ആ ത്രൂ ഔട്ട് ദ പ്രോസസ്സിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. റിസൾട്ട് ഒരു പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഐ ട്രൈഡ് സോ ഐ എം ഹാപ്പി എന്നുള്ള ഒരു കാര്യം എപ്പോഴും ചിന്തിക്കുക. ഹാർവാർഡ് സ്റ്റഡീസ് പ്രകാരം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ സെൽഫ് കമ്പാഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്പ്, ബെറ്റർ സ്ലീപ്പ്, ബെറ്റർ ഹെൽത്ത്, ലോ സ്ട്രെസ് എന്നിങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. ഇനി ഈ വീഡിയോന്റെ സെക്കൻഡ് സെക്ഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. സിമ്പിൾ ബട്ട് പവർഫുൾ വേസ് ടു പ്രാക്ടീസ് സെൽഫ് ലവ്. ഇവിടെ 5 സ്റ്റെപ്സ് ആണ് ഞാൻ പറയുന്നത്. ഈ 5 കാര്യങ്ങളും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് സ്പീക്ക് കൈൻഡ് ടു യുവർ സെൽഫ്. നമ്മളൊരാളെ മുന്നിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ മുന്നേ ചിലപ്പോൾ പറയുന്ന ഒരു കാര്യമാണ് എനിക്കിത് ചെയ്യാൻ പറ്റൂല, ഓ എനിക്കിപ്പോൾ ഇത് പറ്റാ, ഓക്കെന്നെ അത് പറ്റുന്നില്ല, പിന്നെ ഞാൻ അതെങ്ങനെ ചെയ്യാനാ. ആ ഒരു സാധനം നമ്മളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും. പറയുന്ന ഒരു കാര്യമാണത്. അത് ഒരാളോട് പറയുന്നത് മാത്രമല്ല, നമ്മളോട് തന്നെ ഇങ്ങനെ ഒരു കാര്യം പറയാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഐ ആം വേസ്റ്റ്, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഒന്നിനും പറ്റൂല, ആ ഒരു സാധനം പറയരുത്. അതിന് പകരം നമുക്ക് എന്ത് പറയാം, ഐ ആം ട്രൈയിങ്. ഓക്കെ, എപ്പോഴും എന്തൊരു കാര്യം നമ്മൾ ഫെയിലായാലും പോലും, എന്ത് കാര്യം ചെയ്തിട്ട് ഫെയിലായാലും അല്ലെങ്കിൽ ചെയ്യാൻ പറ്റൂല, നിങ്ങളെ ഉള്ളിനുള്ളിലുണ്ട് ചെയ്യാൻ പറ്റൂല എന്ന്. കാരണം ഒരു ഫിസിക്കലി ഭയങ്കരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, പക്ഷെ നിങ്ങൾ ഫിസിക്കലി കുറച്ച് ഡൗൺ ആണ്, അപ്പം നിങ്ങൾക്ക് ആ ഒരു ബോധം ഉണ്ടാവും. എന്നാൽ പോലും നിങ്ങൾ അവിടെ ട്രൈ ചെയ്യുകയാണ്. അപ്പം അതിന് നിങ്ങൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക, നിങ്ങളോട് തന്നെ കൈൻഡ് ആയിരിക്കുക. ഐ ട്രൈഡ് മൈ ബെസ്റ്റ്, ആ ഒരു സാധനം നിങ്ങളുടെ ഉള്ളിൽ വരുത്തുക, നിങ്ങളോട് തന്നെ അത് പറയുക എന്നുള്ളതാണ്. ഈ പറയാന്ന് പറയുമ്പോൾ ചിലരെ വിചാരം നമ്മൾ കണ്ണാടി നോക്കി ഇങ്ങനെ പറയണം എന്നാണ്. ഓക്കെ, അതൊരു രീതിയാണ്, നമുക്ക് ആ രീതി വേണമെങ്കിൽ ചൂസ് ചെയ്യാം. മിറർ നോക്കി പറയുന്നതോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സെൽഫിനോട് സംസാരിക്കുന്നു എന്നുള്ള ആ ഒരു മെസ്സേജാണ് അവിടെ കൺവേ ആവുന്നത്. അത് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് മിറർ നോക്കി പറയാൻ പറയുന്നത്. അങ്ങനെ പറയുമ്പം ചിലർക്കൊക്കെ ഉള്ള ധാരണ കണ്ണാടി നോക്കി സംസാരിക്കുക എന്താ പ്രാന്താണോ എന്നാ. അങ്ങനെയല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ ഇന്നർ സെൽഫിനോട് സംസാരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ബോധത്തോടെ കുറച്ച് സമയം മാറ്റി വെച്ച് സംസാരിച്ചാലും മതി. മിററിൻ്റെ ആവശ്യം
ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിററിൻ്റെ ആവശ്യം അങ്ങനെ നെസസറി ഒന്നുമല്ല. ഓക്കെ, വേണമെങ്കിൽ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് ഏതാണോ കുറച്ചുകൂടി യൂസ്ഫുൾ, സിമ്പിൾ ആയിട്ട് തോന്നുന്നത് ആ ഒരു രീതിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെറ്റ് ഹെൽത്തി ബൗണ്ടറീസ് എന്നുള്ളതാണ്. ഈ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതിനെ പറ്റി ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി വീക്കാണ്. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നു. അത് കുറച്ചൊരു എന്താ പറയുക ആക്റ്റീവായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എവിടേക്കും പോകേണ്ടതോ ട്രാവൽ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിക്കാം. അപ്പോൾ ഐ എം നോട്ട് ഓക്കെ, ഐ എം കംപ്ലീറ്റ്ലി വീക്ക്, ഞാൻ നന്നായിട്ട് വീക്കാണ്, എനിക്ക് റെസ്റ്റ് വേണം. പക്ഷേ ആ ഫ്രണ്ട് എൻ്റെ ഒരു ട്രൂ ഫ്രണ്ടാണ്. ആൾക്കൊരു ഹെൽപ്പ് വരുമ്പം ആൾക്കൊരു ഹെൽപ്പ് ആവശ്യമുള്ളപ്പോൾ എന്നെ റീച്ച് ഔട്ട് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ ഓൾറെഡി വീക്കായിരിക്കുന്ന സമയത്തെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യും, ആളെ കൂടെ പോകും. ഇത് ശരിക്കും നമ്മളോട് ചെയ്യുന്ന ഒരു തെറ്റല്ലേ, ഒരു ക്രൂരതയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്ക്. ഒരാൾക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മളെ ഫ്രണ്ടാണ്, ആ ആള് നമ്മളങ്ങനെ കീപ്പ് ചെയ്യുന്ന, നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ഒരാളായിരിക്കും, നമ്മൾ അത്രയും വാല്യൂ ചെയ്യുന്ന ആളായിരിക്കും. എങ്കിൽ പോലും ഒരാൾക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ വേറൊരാളെ നമ്മളവിടെ എന്താ ചെയ്യുന്നത്, തടയാണ്, അല്ലെങ്കിൽ ആ വേറൊരാളെ അടിച്ചമർത്തിക്കൊണ്ട് മറ്റൊരാളെ നല്ലതിന് വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളെ ബോഡിക്ക് റെസ്റ്റ് വേണ്ടപ്പോൾ എനിക്ക് റെസ്റ്റ് വേണം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാണ് വേണ്ടത്. അതിനവിടെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡീനെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, ഇനിയും തുടർന്ന് ആ ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം, എനർജി വേണം. അപ്പം എന്ത് ചെയ്യണം, ഇപ്പം കിടന്നുറങ്ങണം, അല്ലെങ്കിൽ ഇപ്പം റെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ഇത്രയും അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ ആ ഫ്രണ്ടിനോട് നിങ്ങൾക്ക് വളരെ ഓപ്പൺ ആയിട്ട് എന്ത് പറയാം, കാര്യം അങ്ങോട്ട് തുറന്നു പറയാം. നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. പലരുടെയും വിചാരം ഇതാണ്. ഞാൻ ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞാൽ ഓള് പറയില്ലേ സ്വന്തം കാര്യം നോക്കുന്നതാണ്. സ്വന്തം കാര്യം നോക്കണ്ടേ? സ്വന്തം കാര്യം നോക്കണം. അതാണ് പറയുന്നത് സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരിക്കലും സെൽഫിഷ് അല്ല എന്നുള്ളത്. ഒരുപാട് പേര് വിചാരമാണത്, ഓളെ കാര്യം മാത്രം. അങ്ങനെയില്ല. നമ്മൾ നമ്മളെ കാര്യം നോക്കണം, ഒപ്പം മറ്റുള്ളവർക്കും കൂടി എന്ത് ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നിടത്തോളം ശ്രമിക്കണം. ഫ്ലോസ് എല്ലാവർക്കും ഉണ്ടാവും, അത് ആക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് നമ്മളൊരു ക്യാരക്ടർ വെച്ചിട്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ കൂടി പ്രയോറിറ്റൈസ് ചെയ്യണം. അതിനി എത്ര ആൾ അതിനെ മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കുക. അതായത് നിങ്ങളെ കാര്യം നിങ്ങൾ നോക്കിയേ പറ്റൂ, വേറൊരാൾ വന്ന് നിങ്ങൾക്ക് ചെയ്തു തരാൻ പോണില്ല. ഓക്കെ, ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് നറിഷ് യുവർ ബോഡിയാണ്. നറിഷ് ആണ്, പണിഷ് അല്ല. ഓക്കെ, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അതായത് നമ്മുടെ ബോഡിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ കൊടുക്കുക. ഫുഡായാലും സ്ലീപ്പായാലും വാട്ടർ ആയാലും എന്തായാലും, ഹൈഡ്രേഷൻ ആണെങ്കിൽ അത്യാവശ്യമാണ്, അറിയാലോ. അപ്പം നമ്മുടെ ബോഡീനെ നറിഷായിട്ട് കീപ്പ് ചെയ്യുക, ഈ ഒരു കാര്യം ഫോളോ ചെയ്യുക. അതും എന്തിൻ്റെ ഭാഗമാണ്? ഇതൊരു സെൽഫ് കെയർ എന്നതിനപ്പുറം സെൽഫ് റെസ്പെക്റ്റിന്റെ ഭാഗമാണ്, അല്ലേ? കാരണം നമ്മളെ ബോഡി ഇപ്പോൾ ഒരാളായിട്ട് നിങ്ങൾ സങ്കല്പിക്കാം. ഇപ്പം നിങ്ങൾ ഒരാളാണ്, നമ്മുടെ ശരീരം, നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി മൈൻഡ് എന്നൊക്കെ പറയുന്നത് ഒരാളാണ്. അപ്പം ഈ ആള് എനിക്ക് വേണ്ട എന്തൊക്കെയോ ചെയ്തു തരുന്നുണ്ട്. അപ്പം എനിക്കൊരു കാര്യം എഴുതാനാണ്, അല്ലെങ്കിൽ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ എൻ്റെ മൈൻഡ് കോൺസ്റ്റൻ്റ്ലി എന്ത് ചെയ്യുന്നുണ്ട്, തിങ്ക് ചെയ്യുന്നുണ്ട്, ഐഡിയാസ് ഗ്രാബ് ചെയ്ത് കൊണ്ടുതരുന്നുണ്ട്. അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഒരു മോട്ടീവിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ട്, ഓൾറെഡി അവർ വർക്ക് ചെയ്യുന്ന ആൾക്ക് വേണ്ടി നമ്മൾ തിരിച്ചെന്തെങ്കിലും ചെയ്തു കൊടുക്കണം. അതാണ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ പോയിന്റ് ആയിട്ടുള്ള റെസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇങ്ങോട്ട് നമ്മളെ വാല്യൂസിനെ റെസ്പെക്ട് ചെയ്യാണ്, നമ്മുടെ തോട്ട്സിനെ ഹെൽപ്പ് ചെയ്യാണ്, നമുക്ക് വേണ്ട കാര്യങ്ങളെ റെസ്പെക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് തരുന്നവരാണ് മൈൻഡ്, ബോഡിയൊക്കെ. ബോഡി ആണെന്നുണ്ടെങ്കിൽ ആ ആക്ഷൻസ് പെർഫോം ചെയ്യുന്നു, മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഐഡിയാസ് നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത്. അപ്പം അവർ നമ്മളോട് കാണിക്കുന്ന ആ ഒരു റെസ്പെക്റ്റ് തിരിച്ച് കാണിക്കാമെന്ന് ആലോചിക്കാം. അങ്ങനെയല്ലേ നമ്മൾ റിയൽ ലൈഫിലും നമ്മളോട് ഒരാൾ റെസ്പെക്റ്റ് കാണിക്കുമ്പോൾ തിരിച്ച് നമ്മളത് കാണിക്കും. ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ ബോഡീനോടും മൈൻഡിനോടും ചെയ്യേണ്ടത്. നമ്മൾ റെസ്പെക്ട് ചെയ്യാണ് അത് ചെയ്യുന്നത്. അപ്പം അതിനെ തിരിച്ച് റെസ്പെക്ട് ചെയ്യുന്ന രീതികളാണ് ഇത് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക. ഒരു പേഴ്സണിന്റെ സെൻസിൽ എടുക്കുക. പുറത്തുനിന്ന് ഒരാളാണെങ്കിൽ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുക. ഇപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളൊരു കാര്യമായതുകൊണ്ട് നമുക്കൊരു വിലയില്ല. ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആളുകളാണ്, നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയാണ്. അതിന് വാല്യൂ ചെയ്യുക, അത് ഇങ്ങോട്ട് തരുന്ന റെസ്പെക്റ്റിന് തിരിച്ച് റെസ്പെക്ട് ചെയ്യുക. അതിനെ തന്നെയാണ് നമ്മൾ ടേം ചെയ്ത് വിളിക്കുന്നത് സെൽഫ് റെസ്പെക്ട് എന്നുള്ളത്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ലെറ്റ് ഗോ ഓഫ് പെർഫെക്ഷൻ എന്നുള്ളത്.
എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ ഒരു കാര്യം ചെയ്യൂ എന്നുള്ള സാധനം മാറ്റി വെക്കുക. അങ്ങനെ മാറ്റി വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഒരു കാലത്ത് നിങ്ങൾ ചെയ്യേയില്ല, അത് സ്റ്റാർട്ട് ചെയ്യില്ല. എന്തൊരു ഡെസിഷൻ എടുക്കണമെങ്കിലും നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് മാറും. അവസാനം ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റാതെ സ്റ്റക്കായിട്ട് പോകും. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പം അത് തുടങ്ങി വെക്കാം. ഇപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലും എനിക്കറിയാം ഇത് അത്ര പെർഫെക്റ്റ് അല്ല എന്നുള്ളത്. ഐ നോ, എനിക്ക് നല്ല ബോധമുണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല ഞാൻ ചെയ്യുന്നതെന്നുള്ളത്. ബട്ട് ഡേ ബൈ ഡേ അല്ലെങ്കിൽ വീഡിയോസ് ബൈ വീഡിയോസ് ഞാൻ ഓരോ ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അത് ചിലപ്പോൾ കാണുന്ന ഒരാൾക്ക് അത് മനസ്സിലാവണമെന്നില്ല, പക്ഷേ ഐ ക്യാൻ ഫീൽ ദാറ്റ് എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഞാൻ വരുത്തിയിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാം. ആദ്യം നമ്മൾ ചെയ്യുന്നതിന് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവും, അതങ്ങോട്ട് ചെയ്യുക. അത് ചെയ്താലേ അതിൽ നിന്ന് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അപ്പം അത് വീഡിയോ എന്നുള്ള കാര്യത്തിലല്ല, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആദ്യമേ പെർഫെക്ഷനിലേക്ക് തേടി പോകരുത്. പെർഫെക്ഷൻ ആവും. വൺസ് യു മാസ്റ്റർ ഇറ്റ് യു വിൽ ബി പെർഫെക്റ്റ്. ഓക്കെ, ഇനി 5th പോയിന്റ് ആണ് സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. നിങ്ങളെ ചെറിയ വിജയങ്ങൾ എന്താക്കുക, ആഘോഷിക്കുക. നിങ്ങളെ ടേക്ക് കെയർ ചെയ്തു. അപ്പം ഒരു 7 days ചാലഞ്ച് ആയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്തത്. അപ്പം 7th day എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. ഞാൻ ഇത്രയും കാര്യങ്ങൾ എൻ്റെ ബോഡിയിൽ ചെയ്തു, ഞാൻ ഇങ്ങനെ എന്നെ ടേക്ക് കെയർ ചെയ്തു എന്നുള്ളൊരു ഫീൽ നിങ്ങൾക്ക് വരും, ഒരു സാറ്റിസ്ഫൈഡ് ഫീൽ വരും. അപ്പം എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ റിവാർഡ് ചെയ്യാം. ഇനി റിവാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം നിങ്ങൾക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു സെൽഫായിട്ടൊരു അഫിർമേഷൻ പറയാന്നുള്ളതാണ്. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഐ എം ഹാപ്പി എന്നുള്ളത് നിങ്ങളെ മനസ്സിനൊന്ന് അറിയിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ കാര്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് തന്നെ പറയാന്ന് പറയുമ്പോൾ ചിലർക്ക് തമാശയായിട്ട് തോന്നും. പക്ഷെ ഒരു കാര്യങ്ങൾ ഇമാജിൻ ചെയ്താൽ മതി, നിങ്ങളുടെ ഉള്ളിൽ 2-3 ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒരാളുണ്ട്. ഈ ബോഡി മൈൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൽ ആളാണുള്ളത്. അപ്പം ആ ആളോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്നൊന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഓക്വേർഡ്നെസ് ഒന്ന് മാറിക്കിട്ടും. ഞാൻ ഈ ബിഗിനേഴ്സിനോടാണ് പറയുന്നത്, ആ ഒരു ഓക്വേർഡ്നെസ് മാറാൻ അങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരാളോടാണ് നിങ്ങൾ ഈ റെസ്പെക്റ്റ് തിരിച്ച് കാണിക്കുന്നത്, ലവ്, കെയർ ഇങ്ങോട്ട് തന്ന എല്ലാം നമ്മൾ തിരിച്ച് കാണിക്കുകയാണ് ആളോട്. റിയൽ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യം തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പം എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ഷെയർ ചെയ്യാനുള്ള രീതികൾ ഞാൻ പറഞ്ഞല്ലോ. കമൻറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യുക ഇൻസ്റ്റഗ്രാമിൽ. സെൽഫ് ലവ്, പ്രയോറിറ്റൈസിങ് യുവർ സെൽഫ്, ഹീലിംഗ് യുവർ സെൽഫ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ചാനലാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ കോണ്ടൻറ്റ്സ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള കോണ്ടൻറ്റ്സ് കേൾക്കണം, അറിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.